എന്തായാലും കഷ്ടപ്പെട്ട് മാസ്റ്റേഴ്സ് ഒക്കെ പഠിച്ചല്ലേ, അപ്പൊ നമുക്കൊരു സർപ്രൈസ് ആയാലോ? സർപ്രൈസ് ഒക്കെ മേടിച്ചു തരുമോ? സർപ്രൈസ് ഗിഫ്റ്റ് നോക്കാം. എത്ര ബഡ്ജറ്റ്? സർപ്രൈസ് അല്ലേ? ഞാൻ മേടിച്ചോളാം, നീ മേടിച്ചെങ്കിൽ ഇഷ്ടമില്ല. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് എന്നോട് ഒരു സർപ്രൈസ് ഒക്കെ മേടിച്ചതെന്ന് പറഞ്ഞത്. ആൻഡ് വി ആർ ഗോയിങ് ടു ബെസ്റ്റ് ബൈയിലേക്കാണ് പോണേ. അപ്പോൾ എന്തോ ഒരു ഗാഡ്ജറ്റാണ് എന്നെനിക്ക് മനസ്സിലായി, പക്ഷേ എന്താണെന്നുള്ളത് ഇതുവരെ പറയണില്ല. എനിക്ക് മൈക്കില്ലാത്തതുകൊണ്ട് എനിക്ക് എന്തോരം സൗണ്ട് ഇതിൽ കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ദൈവം ഐഫോണിൻ്റെ ഒക്കെ ഫോട്ടോ ഉണ്ടല്ലെങ്കിൽ ഇനി എനിക്ക് വല്ല ഓക്കെ. ഡൈസൺ ആണോ? ഡൈസൺ. ഗൈസ്, ഇവൻ എനിക്ക് ക്യാമറയുടെ അടുത്തേക്കൊക്കെയാണ് കൊണ്ട് ചെല്ലുന്നത്. ഞാൻ കുറേ നാളായിട്ട് DJ വേണം എന്ന് പറയായിരുന്നു. ഐ തിങ്ക് ഹീസ് ഗെറ്റിംഗ് മീ DJ ഓസ്മോ. Thank you. ഞാൻ കാലങ്ങളായിട്ട് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ സാധനം എൻ്റെ ഇവിടെ അല്ല. സോ ഇത്രയും നല്ല ഇനിയൊരു നന്ദി പ്രസംഗമാവാം. ഇത്രയും നല്ല സുമുഖനും സുന്ദരനും കശേറിനുമായ പോയി വാച്ചടക്കം പോയി. കാലങ്ങളായിട്ടുള്ള ആഗ്രഹം. പിള്ളേരെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അത് അങ്ങനെ നടത്തി കൊടുത്തത് എന്ന് വെച്ച് ഞാൻ സത്യം പറഞ്ഞ എനിക്കിത് മേടിച്ചിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായില്ലടാ. കാണ ഇനി പ്രിയങ്കട്ടിപ്പയുടെ കളികൾ മൊത്തം DJ ഓസ്മോ. Thank you Mutte, thank you so much of the India and so much of the Umma. Thank you. Tarnote, let us unbox in the car. What do you think? Let us unbox in the car. Go ahead. സമാധാനപ്പെടു. പക്ഷേ എനിക്ക് സമാധാനമൊന്നുമില്ല. ദൈവമേ, ഇനിയിപ്പോ ഇത്ര നാള് ഞാൻ കേട്ടോണ്ടിരുന്നത് എന്റെ ഐഫോൺ നിനക്ക് തന്നു, നീ വളരാൻ ഞാൻ എന്റെ ഐഫോൺ തന്നു എന്നായിരുന്നു. ഇനിയിപ്പോ എന്റെ DJ നിനക്ക് തന്നു ഞാൻ കേൾക്കേണ്ടി വരുമല്ലോ. എന്തായാലും ഭാര്യയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു. എല്ലാവരും ഇതൊരു മാതൃകയായി എടുക്കുക. അല്ലടാ, നിനക്ക് എന്തരാ ശ്വാസമൊക്കെ വിടാൻ പറ്റുന്നുണ്ടോ? ശ്വാസം വിടാൻ പറ്റുന്നുണ്ടോ? പാവം. അതെനിക്കറിയാം, നീ എനിക്ക് വെറുതെ മേടിച്ചു തരാണ്ടിരിക്കുകയായിരുന്നു. അത്
സത്യം പറഞ്ഞത് എനിക്ക് അഫോർഡ് ചെയ്യാനൊക്കെ പറ്റുമായിരുന്നു നേരത്തെ. പക്ഷെ ഞാൻ പറയുമ്പോ അത് പറ്റാ എന്ന് പറയണല്ലോ, അതുകൊണ്ട് മാത്രം. ഗൈസ്, ഐ എം അൺബോക്സിങ് ദിസ് വൺ. ഞാനിത് എനിക്കറിയില്ല ഞാൻ ഈ വീഡിയോ ഒക്കെ എങ്ങനെ എടുക്കണേന്ന്. പക്ഷെ സ്റ്റിൽ ഓക്കെ. സോ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് DJ Osmo Pocket 3. എൻ്റെ കാലങ്ങളായിട്ടുള്ള എൻ്റെ ഒരു ഇതിൽ മറ്റേ ഐഫോണിന്റെ മറ്റേ സാധനമൊക്കെ ഉണ്ട്. പട്ടിഷോ നിർത്ത്. ഇതെന്താണത്? ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്. നീ ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് ഇടും മുത്തേ. ഇത് ഇതിന്റെ കവറാ മുത്തേ. ദേ ഇതിന്റെ അകത്ത് ദിസ് ഇസ് അവർ DJ Osmo. ഇതതിന്റെ കവർ. ഇറ്റ്സ് നൈസ്. അമ്മ എന്തൊക്കെ എഴുതിട്ടാ. റൊട്ടേറ്റ് ദ സ്ക്രീൻ ആൻഡ് ഇറ്റ് ടേൺസ് ഓൺ. എന്റെ ക്യാമറ എന്താ എന്റെ അടുത്ത് തരാം. ദേ ഇതൊക്കെ 360 ആംഗിൾ കറങ്ങുന്നു. ആയി ഓണാകട്ടെ. 1 2 3. അതൊക്കെറിയാ ഇംഗ്ലീഷ്. ഓ ഇതിന്റെ ഇതൊക്കെ വേണം തോന്നണു അല്ലേ? ഇത് കറങ്ങണൊക്കെയാണോ നമ്മുടെ അടുത്തേക്ക്? കണ്ടോ 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 കാക്കക്കുയിലേ പട്ടെടുത്ത ലാലാല. ഇങ്ങോട്ട് തിരിയടാ, ഇങ്ങോട്ട് എന്റെ അടുത്തേക്ക് തിരിയടാ. അവൻ തിരിയല്ലടാ, എന്റെ അടുത്തേക്ക് തിരിയടാ. അത് ആക്ച്വലി ഇങ്ങനെ വെക്കാന്നുണ്ട്. അതിന് സ്റ്റാൻഡ് ഉണ്ടാ? നമുക്ക് ചെറിയ സ്ഥലത്തൊക്കെ വെക്കാം. ഞാൻ പറയുന്നത് 2 seconds 1 seconds അത് ഓഫായി. ഓ മൈ ഗോഡ്, കണ്ടാവും കൂട്ടി കയറി. ഇനി നമുക്ക് അടുത്ത സാധനം അൺബോക്സ്. ഇതെന്താന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഉള്ളിൽ കുറെ പേപ്പേഴ്സ് ഉണ്ട്. ഓ സ്റ്റാൻഡ് ഉണ്ട് മോൻ. അയ്യോ ഇതെന്താടാ? ഇത് സ്റ്റാൻഡ് അല്ലടാ. ആ ചാർജറോ ബാറ്ററി എങ്ങനെ ആയിരിക്കും? അല്ലല്ലോ. ഇതിന് SD കാർഡ് വേണ്ടേ? എനിക്കറിയില്ല, നീയാണ് പറഞ്ഞത്. ഇതിന് SD കാർഡ് വേണം തോന്നുന്നു കേട്ടോ. പക്ഷെ എന്റെ ഉണ്ട്. SD കാർഡ് വേണം തോന്നുന്നു. ഐ തിങ്ക് ഇതെന്താടാ? ഓ ഇത് ആക്ച്വലി അതിന്റെ ഇത് മറ്റേ ഇതിന്റെ താഴേക്ക് ക്ലിപ്പ് ചെയ്യാനുള്ളതാണത്. ആക്ച്വലി ഇൻസേർട്ട് ഹാൻഡിൽ ഇൻ ടു ദ Osmo 3 വിത്തൗട്ട് ഹോൾഡിംഗ് ദി റിലീസ് പ്രസ് ബട്ടൺ. ഓ ദിസ് ഇസ് സംതിങ് എക്സ്ട്രാ. ഇതിങ്ങനെ ഇതേക്കണ്ട അങ്ങോട്ടൊക്കെ ഇതിങ്ങനെയാവും കണ്ടോ? അല്ലല്ല, ഇത് മറ്റേ സാധനം. ഇതിന്റെ അടിയിൽ ഇങ്ങനെ കുത്താനുള്ളത് ഞാൻ കാണിച്ചു. എല്ലാം എനിക്ക് തന്നെ അറിയുള്ളൂ. ഈ സാധനം ഇങ്ങനെ കുത്തുന്നു. അല്ലല്ലോ, സാധനം ഇങ്ങനെ കുത്തുന്നു. അപ്പൊ ഇത് ഇങ്ങനെയാവും. കണ്ടോ? ഇതിനൊരു എക്സ്റ്റൻഷൻ കൂടി കിട്ടിയത്. ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് ഇട്ടാൽ ഇവൻ എനിക്കിത് മേടിച്ചു തരും എന്ന് അവൻ എന്നോട് പറഞ്ഞു. ഞാൻ കൺസിസ്റ്റന്റ് ആയ വീഡിയോസ് ഇട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്നാലും അതൊരു വലിയ കാര്യമാണല്ലോ അല്ലേ? എന്ന് സമ്മതിക്കാൻ ഒരു മടി. അത് കാണുന്നവർ വിചാരിക്കുന്നുണ്ടാവുള്ള എന്ത് പട്ടിഷോ ആണ് കാണിക്കണേന്ന്. പക്ഷെ എനിക്കിത് പട്ടിഷോ ആണ്. കാരണം ഞാൻ അത്ര ആഗ്രഹിച്ചൊരു സാധനമായിരുന്നു. ആൻഡ് താങ്ക് യു. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് എനിക്ക് ഈ പൂവ് കാലത്ത് തന്നെ എനിക്ക് മറ്റേ ഞാൻ ഇരിക്കുന്നതിന് മുന്നേ ബലൂൺസൊക്കെ സെറ്റ് ചെയ്ത് പൂവൊക്കെ തന്നപ്പോൾ ഐ തോട്ട് ഓക്കെ ഇത് കൊള്ളാലോ പരിപാടി. ആൻഡ് ഐ വാസ് എക്സ്പെക്ടിങ് ഇത് കൊള്ളാം, ഇത് നൈസായിരിക്കും. ആൻഡ് ഐ വാസ് അത് കഴിഞ്ഞു, അത്രയല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനുള്ള ബുദ്ധിയൊക്കെ ഉണ്ടല്ലോ ദൈവമേ എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ എൻ്റെ ഒരു ബ്രൗൺ ഡ്രസ്സാണ് ഞാൻ നാളെ ഇടാൻ പോണത്. ലൈക്ക് ഓൾമോസ്റ്റ് ഒരു ഈ ഷെയ്ഡൊക്കെ വരുന്ന ഒരു ബ്രൗൺ ഡ്രസ്സാണ് ഞാൻ നാളെ ഇടാൻ പോണത്. സോ അതിന് സ്യൂട്ടായിട്ട് യെല്ലോ തന്നെ കണ്ടുപിടിച്ച് തന്നതിൽ ഐ എം സോ ഗ്ലാഡ്. താങ്ക് യു സോ മച്ച് ഫോർ ദ പൂക്കൾ. ഈവൻ ദോ ദാറ്റ് ഇസ് നോട്ട് ഹിസ് കപ്പ് ഓഫ് ടീ. അഖിലിന് പൂക്കൾ മേടിക്കാമെന്ന് പറഞ്ഞാൽ അഖിലിന് ഇത്ര ദേഷ്യമുള്ളൊരു പരിപാടിയില്ല. 2 ദിവസം കഴിഞ്ഞ് വാടിപ്പോണ സാധനമല്ലേ എന്നാണ് അഖിലിൻ്റെ വാദം. പക്ഷേ അതെനിക്കൊരു സന്തോഷം തരുന്നുണ്ടെങ്കിൽ മേടിച്ചെന്നൂടെ എന്നാണ് എൻ്റെ വാദം. സോ മിക്കപ്പോഴും അവൻ എൻ്റെ വാദത്തിന് കൂടെ നിൽക്കാറുണ്ടെങ്കിലും ആൻഡ്
എനിക്കങ്ങനെ മേടിച്ച് തരാറൊക്കെ ഉണ്ട്. എനിക്കിഷ്ടമാണല്ലോ എന്നുള്ളൊരൊറ്റ പോയിന്റിൽ എനിക്ക് പൂക്കൾ മേടിച്ച് തരാറൊക്കെ ഉണ്ട്. പക്ഷെ അവൻ ആ ഐഡിയോളജിയോട് വലിയ താല്പര്യമില്ലാന്ന് തോന്നുന്നു, എനിക്കറിയില്ല. സോ എന്തായാലും ആൾ മേടിച്ചപ്പോൾ ആൾ പ്ലാസ്റ്റിക് പൂക്കൾ മേടിച്ചു. സോ ദാറ്റ് ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയി പൂക്കൾ മേടിക്കണമെന്ന് പറയില്ലല്ലോ ഏത്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക്സ് ഫോർ ദിസ് കെട്ട് ഓഫ് സൺഫ്ലവേഴ്സ്. ആൻഡ് ഓൾസോ നമ്മുടെ ഗ്രൂമിങ്ങിൻ്റെ ഭാഗമായി ഞാൻ എൻ്റെ തലയൊക്കെ ഒന്ന് ഷാമ്പൂ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി തലമുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. പിന്നെ കുറച്ച് അയണിങ്ങും പരിപാടികളുമായിട്ട് ബാക്കിയുണ്ട്. സോ എൻ്റെ ഡ്രസ്സും സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഡ്രസ്സ്, ക്യാപ്പ്, ഗൗൺ അങ്ങനത്തെ സംഗതികളൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് എൻ്റെ നാളത്തേക്കുള്ള ജുവൽസ് ആൻഡ് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ദിസ് ഇസ് ഒരു കൈമെട്ടുന്ന ഒരു സംഗതി. 2 ഉണ്ട് ഐ ഗസ്. യെസ്, അത് 2 ഉണ്ട്. ആൻഡ് എൻ്റെ നാളത്തേക്കുള്ള കമ്മൽ, ഇത് ഞാൻ ഇടാൻ വഴിയില്ല. യൂഷ്വലി എനിക്ക് ചെറുതുകളാണ് ഇഷ്ടം. സോ ഇതായിരിക്കും ഞാൻ കൂടുതലായിട്ടും ഇടാൻ സാധ്യത. സോ ഐ ഹാവ് 2 ഓപ്ഷൻസ് ഫോർ ദാറ്റ്. ആൻഡ് കുറച്ച് കുഞ്ഞ് കുറച്ച് റിങ്സും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്രയ്ക്കാണ് നമ്മൾ യൂഷ്വലി ഇപ്പോൾ ചെയ്തു വച്ചിരിക്കുന്ന കുറച്ച് എന്താ പറയുക പ്രിപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഇനി കൂടുതലായിട്ടും എനിക്ക് ചെയ്യാനുള്ളത് നമ്മുടെ എന്താ പറയുക ഹെയറിൻ്റെ പരിപാടിയാണ്. ഹെയർ ആൻഡ് നെയിൽസും കൂടി എനിക്കൊന്ന് സെറ്റ് ചെയ്യാനുണ്ട്. ഹെയർ ആൻഡ് നെയിൽസും കൂടി സെറ്റ് ചെയ്താൽ വിൽ ബി ഓൾമോസ്റ്റ് ഡൺ. അപ്പോൾ ലെറ്റ്സ് സീ ഫോർ ദി ഹെയർ ഒക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാം. ഇല്ലെങ്കിൽ ഒരു വൈൻഡപ്പ് നോട്ട് എടുക്കാൻ ഈ വീഡിയോ എങ്ങനെ പോകുന്നൊന്നും എനിക്കറിയില്ല. ബിക്കോസ് ഇതൊക്കെ അൺപ്ലാൻഡ് ആയിരുന്നു. ഫുൾ ഒരു ജഗബോഗ സംഭവങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഈ വീഡിയോ എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നൊന്നും എനിക്കറിയില്ല. സോ ഐ എം ട്രൈയിങ് ടു ഒരു സ്ട്രക്ചർ കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഐ ഡോണ്ട് നോ. അപ്പോൾ ലെറ്റ്സ് സീ. ഇനി എപ്പോഴെങ്കിലുമൊക്കെ ഞാൻ അടുത്ത സംഗതികൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്ക് അപ്പം കാണാം. അപ്പോൾ നമ്മുടെ സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ 3 സ്റ്റെപ്പ് സ്കിൻ കെയർ ഞാൻ ചെയ്ത് തുടങ്ങിയിട്ട് കുറേ നാളായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി വീഡിയോസൊന്നും ചെയ്യാത്തത്. എനിവേ എനിക്ക് ചെറിയ മാറ്റങ്ങളുണ്ട് എന്നാണ് എൻ്റെ ഒരു നിഗമനം. എനിവേ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ഗ്രാജുവേഷൻ പ്രിപ്പറേഷൻ ഡേ. ഇത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എടുത്തൊരു വീഡിയോ ആണ്. പക്ഷേ ഐ തിങ്ക് ഇറ്റ്സ് എ നൈസ് മെമ്മറി ടു ഹോൾഡ് ഓൺ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഗ്രാജുവേഷൻ വ്ളോഗിൽ കാണാം. ബൈ ബൈ, ഗുഡ് നൈറ്റ്.